കന്നിമാസത്തിലെ ആയില്യം. എല്ലാ വർഷത്തെയും പോലെ വീണ്ടും ഒരു ആയില്യം പൂജാദിനം വരവായി. അതായത് കന്നിമാസത്തിലെ ആയില്യവും തുലാം മാസത്തിലെ ആയില്യവുമാണ് കേരളത്തിൽ നാം ആചരിക്കുന്ന ആയില്യങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യം കന്നിമാസത്തിലെ ആയില്യമാണ്. കന്നിമാസത്തിലെ ആയില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യം പൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് നാം ഓരോരുത്തരുടെയും വിശ്വാസം. അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ്. ഈ കന്നിമാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം. ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്ന ഒന്നാണ് ആയില്യവ്രതവും. ശൈവവും വൈഷ്ണവവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ഉത്തമമാണ്. നാഗരാജാവിൻ്റെ പിറന്നാൾ ദിനമാണ് കന്നിമാസത്തിലെ ആയില്യം നാൾ. നാഗപ്രീതിക്കായി കുടുംബത്തിൻ്റെ സുഖത്തിനും ഐശ്വര്യത്തിനും ഏറ്റവും നല്ല ദിവസമാണ് നാഗരാജാവിൻ്റെ തിരുനാൾ ദിനമായ കന്നിമാസത്തിലെ ആയില്യത്തെ നോക്കിക്കാണുന്നത്. ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ. എല്ലാ മാസത്തിലും ആയില്യം പ്രധാനപ്പെട്ടതാണെങ്കിലും കന്നിമാസത്തിലെ ആയില്യമാണ് ഏറ്റവും പ്രധാനം. സന്താന ഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും രോഗപീഠകളിൽ നിന്നുമുള്ള മോചനം, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഫലം ലഭിക്കുകയും സർപ്പദൈവങ്ങളുടെ അനുഗ്രഹത്താൽ ലഭിക്കുമെന്നുള്ളതാണ് നാം ഓരോരുത്തരുടെയും വിശ്വാസം.